ഭൂതകാലം, ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ രാഹുൽ സദാശിവന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡി.എസ്. റേ. ഈ സിനിമയും ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമ തന്നെയാണ്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഈ പുള്ളിയുടെ സ്റ്റൈല് വളരെ ഇഷ്ടമാണ്. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ വളരെ സൈലന്റ് ആയിട്ട്, ഒരു റിയലിസ്റ്റിക് ആയിട്ട്, വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാണ്ട് പതുക്കെ ആ കഥയിലേട്ടും കഥാപാത്രങ്ങളിലേട്ടൊക്കെ കടന്ന് പിന്നെ പതുക്കെ ഓരോ ഹൊറർ എലമെന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നതും തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു കാമായിട്ടുള്ള, എന്നാൽ നമുക്കൊരു പേടി തോന്നുന്ന ഒരു ക്രീപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും പുള്ളിയുടെ സിനിമകളിൽ. അപ്പം എനിക്ക് ഈ പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ വളരെ ഇഷ്ടമാണ്. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഡി.എസ്. റേ തുടങ്ങുന്നതും പോകുന്നതും ഒക്കെ. പിന്നെ ഇതിൽ പ്രണവിൻ്റെ ക്യാരക്ടറും പുള്ളി വളരെ നൈസായിട്ട് തന്നെ കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. ഒരു അർബൻ ഹൈഫൈ റോളാണ് പുള്ളിക്കുള്ളത്. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു സോണാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് പുള്ളിക്ക് അങ്ങനത്തെ റോളൊക്കെ കുറച്ചുകൂടി ചേരുന്നതും. എന്നാൽ പുള്ളിയുടെ പതിവ് പാറ്റേണിൽ നിന്ന് മാറി, അതായത് ഇപ്പോൾ നേരത്തെ ഹൃദയത്തിലാണെങ്കിലും മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഏത് സിനിമ എടുത്താലും ഈ മോഹൻലാലിന്റെ മോനാണെന്നുള്ള ഒരു റെഫറൻസും അങ്ങനത്തെ കുറെ പതിവ് പാറ്റേൺ ഉള്ളൂ. ഇത് അതൊന്നുമല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടേഴ്സ് പടമാണ്, രാഹുൽ സദാശിവൻ പടം. അപ്പൊ അതേപോലെ തന്നെ ഈ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇത്തിരി റൂഡായിട്ടുള്ള, എന്താ പറയുക, ജാടയൊക്കെ തോന്നിക്കുന്ന, അതായത് വേലക്കാരെയൊക്കെ റെഡോ എന്നൊക്കെ വിളിക്കുന്ന അങ്ങനത്തെ ഒരു NRI ടിപ്പിക്കൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ പതിവ് മോഹൻലാലിന്റെ മോനാണെന്നുള്ള റെഫറൻസാ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിലില്ല. അത് ആക്ച്വലി വളരെ നല്ലതെന്ന് തന്നെ തോന്നി. പിന്നെ ഈ സിനിമയിൽ തന്നെ വേറൊരു ക്യാരക്ടറാണ് ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ച ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ട്. പുള്ളീനെ ഞാൻ വേറെ അങ്ങനെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ പേര് പോലും ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. അപ്പം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ റോളും വളരെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിയുടെ അഭിനയം വെറുതെ സൂപ്പറായിരുന്നു. അഭിനയം മീൻസ് പുള്ളിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ, അതായത് നായകനേക്കാൾ ഒരുപടി മേളിലേക്ക് കയറിപ്പോയി പുള്ളിയുടെ അഭിനയം. സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്, നമുക്ക് ഈ ഹൊറർ സിനിമകളിൽ ഈ ഭയം, ഈ ഫിയർ തോന്നുന്നത് ഇപ്പൊ പലപ്പോഴും ഒരു പ്രേതത്തിന് എന്തെങ്കിലും കണ്ടിട്ട് നായകൻ നോക്കുമ്പോഴായിരിക്കും, അതായത് പ്രണവ് നോക്കുമ്പോഴായിരിക്കും പുള്ളിയുടെ ഭയമാണ് നമുക്കും ഫീൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഈ ജിബിൻ ഗോപിനാഥിന്റെ ക്യാരക്ടർ ഈ സംഭവം ചെയ്യുമ്പോൾ പുള്ളി പേടിക്കുമ്പോൾ ശരിക്കും കണ്ണിലൊക്കെ ഉള്ള ഒരു ഇന്റൻസിറ്റി, പുള്ളിയുടെ ആ ഒരു, അപ്പോഴാണ് നമുക്ക് ഈ അഭിനയത്തിലെ ഡിഫറൻസ് തന്നെ മനസ്സിലായത്. അതായത് പ്രണവിനേക്കാൾ എന്തോരം അടിപൊളിയായിട്ട് പുള്ളിയുടെ ആ ഒരു ഇമോഷൻ, ഇത് മുഖത്തത് കിട്ടുന്നതെന്നുള്ളത്, കണ്ണിലുള്ള ഒരു ഇന്റൻസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് നമുക്കും ശരിക്കും ഭയങ്കരമായിട്ടൊരു ആ ഒരു അർജിങ്ങിനെ ഫീൽ ചെയ്യും. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഈ ഭൂതകാലത്തിൽ ഇത് തന്നെ ഇരുന്നല്ലോ എന്നുള്ളത്. അതായത് ഷൈനികത്തിന്റെ റേഞ്ച് നമ്മളെ ശരിക്കും അങ്ങനെ പേടിപ്പിക്കുക, പേടി തോന്നുക എന്നുള്ളത്. ഷൈനികം ഇപ്പോൾ പ്രേതത്തിനെ കണ്ടിങ്ങനെ പേടിച്ച് നിലവിളിക്കും, ഇങ്ങനെ പേടി നമുക്കും അപ്പോൾ ഫീൽ ചെയ്യാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഈ ജിബിൻ ഗോപിനാഥിന്റെ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു. മറ്റൊരു കാര്യമാണ്, എന്താണ് ഈ ഡി.എസ്. റേ എന്നുള്ള പേര്. അത് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അത് ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാസ്റ്റിലെ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ ചേർത്ത് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സിനിമക്ക് അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ പേര്, ഈ ചില സിനിമകളുണ്ടല്ലോ, നമുക്കിത് എന്താ സംഭവം എന്ന് പറയാൻ ഒരു ഫ്രഷ്നെസ്, ഒരു കൗതുകം തോന്നും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായല്ലോ, ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം എന്ന് നോക്കുമ്പോൾ കുറേ പേര് റോഷാക്ക് ടെസ്റ്റാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് ഇതൊക്കെ വരും. ഡി.എസ്. റേ ഒക്കെ അങ്ങനെ ആ ഒരു പേരിലെ പുതുമയം വളരെ നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നി. കൂടാതെ ഈ ക്രിസ്റ്റോ സേവറിന്റെ പശ്ചാത്തല സംഗീതം ഒക്കെ സൂപ്പറായിരുന്നു. സിനിമ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ ക്രീപ്പി ആയിട്ടുള്ള, പുള്ളിയുടെ ഇത് നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടുള്ള ബ്രഹ്മയുഗത്തിലുണ്ട്. അപ്പം അതേപോലെ ഭയങ്കര സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പുള്ളി അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു വെൽ മെയ്ഡ് രാഹുൽ സദാശിവൻ പടം തന്നെ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.